വഴിപറഞ്ഞിടും ജീവനേകിടും സ്വാതന്ത്ര്യം നൽകും സത്യവെളിച്ചം. പ്രൈസ് ലോർഡ്. ഇത് സദ്വാർത്ത. എവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതുദിനം ദൈവം എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവും ചൊല്ലുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്തെ വചന ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. 17-ാം സങ്കീർത്തനം 2-ാം വാക്യം. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് വിധി എഴുതാറുണ്ട്. നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാനിനി രക്ഷപ്പെടില്ല, ഞാനിനി ഉയരുകയില്ല, എൻ്റെ ജീവിതം തകർന്നുപോയി, ഇനിയും എനിക്കൊരു രക്ഷയുമില്ല എന്നൊക്കെ നമ്മുടെ സാഹചര്യത്തിന്റെ മധ്യത്തിൽ നാം നമ്മെ തന്നെ വിധി എഴുതാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് ഓരോ വിധി പറയാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാരൊക്കെയും നമ്മളെ പലപ്പോഴും നമ്മെക്കുറിച്ച് ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. ഇവൻ ഇനി രക്ഷപ്പെടുകയില്ല, ഇവൻ ഇനിയും ഒരു ഗുണമുണ്ടാകുകയില്ല എന്നൊക്കെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറയുന്നുണ്ടാകാം. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നത്, ദൈവമേ, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ചൊരു വിധി കൽപ്പിക്കുന്നില്ല. നിന്റെ സന്നിധിയിൽ നിന്നുള്ള വിധി അത് സ്ഥിരമായും കൃത്യമായും നടക്കപ്പെടും. മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞാലും അതല്ല നമ്മളുടെ ജീവിതത്തിൽ നടക്കപ്പെടുന്നത് എന്ന് നാം ഈ പകൽക്കാലം മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ വാക്കുകളുടെ പുറത്ത്, സംസാരത്തിന്റെ പുറത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ആകുലപ്പെട്ടും ആശങ്കപ്പെട്ടും ജീവിതത്തിൽ വല്ലാതെ തളർന്ന് പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഒരു സദ്വാർത്തയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിധിയുണ്ട്. അത് മറ്റാർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത, മറ്റാർക്കും നീക്കുവാൻ പറ്റാത്ത വിധിയാണ്. ദൈവം തീരുമാനിച്ചതേ നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടുകയുള്ളൂ. ആയതുകൊണ്ട് ഭയപ്പെടേണ്ട, ആകുലപ്പെട്ടു പോകണ്ട. അബ്രഹാം തന്റെ ജീവിതത്തിൽ വാഗ്ദത്തം പ്രാപിച്ചാണ് അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. ദൈവത്തെ വിശ്വസിച്ചാണ് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഒരു വേള അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം തന്നെ അബ്രഹാമിനെ വിധി എഴുതുന്നത്, എനിക്ക് മക്കളില്ല, എന്റെ ഈ സ്വത്തിനെല്ലാം അവകാശി ഈ ദമ്മശ്കക്കാരനായ എലയാസറാണ് എന്ന് പറയുകയാണ്. 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അബ്രഹാമിനോട് യഹോവ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകും. അതിന് അബ്രഹാം, കർത്താവേ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മശ്കക്കാരനായ ഈ എലയാസർ അത്രേ എന്ന് അബ്രഹാം പറയുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പോലും തന്റെ ജീവിതത്തിൽ ഒരു വേള ഇടറിപ്പോയി. ഇനിയും എനിക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കപ്പെടുകയില്ല എന്ന് താൻ പറയുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. ഈ പകൽക്കാലവും ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ളത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മളോട് അരുളി ചെയ്ത ആ വിധികൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടും. നമുക്കറിയാം, അബ്രഹാമിന്റെ ഏറ്റവും ആസന്നമായ ജീവിതത്തിന്റെ വൈകാറായ വേളയിൽ ദൈവം അവന് മകനെ കൊടുക്കുകയാണ്. ഇസഹാക്കിനെ വാഗ്ദത്തം പറഞ്ഞതുപോലെ തന്നെ മകനെ. അപ്പോൾ ദൈവത്തിന്റെ വിധി
നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി നടക്കും. ലോകര് നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ട് പല വിധത്തിലും കാര്യങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടുകയില്ല. അത് കേട്ട് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പൗലോസിന്റെ ജീവിതത്തിലും നമുക്ക് അപ്പോസ്തല പ്രവർത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 27-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകും. ദൈവം പറഞ്ഞിരിക്കുകയാണ്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. നമുക്കറിയാം, പൗലോസിന്റെ ആ യാത്രയിൽ കപ്പലെല്ലാം തകർന്നു. അവരും കപ്പൽ തകർന്ന് വെള്ളത്തിലായി. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ നമുക്ക് 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ രക്ഷപ്പെട്ട ശേഷം ഒരു ദ്വീപിൽ അവരെത്തി. ദ്വീപിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പറയും, ബർബരന്മാർ പറയുന്നത്, അവർക്ക് അസാധാരണമായ ദയ കാണിച്ച് പൗലോസിന് വേണ്ടുന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ കൊടുത്തു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പൗലോസിന്റെ കയ്യിൽ ഒരു അണലി, ഒരു പാമ്പ് കയറി പിടിക്കുന്നത് കണ്ടപ്പോൾ പൗലോസിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു, ഇവൻ കുലപാതകനാണ്. മറ്റുള്ളവർ വിധി പറയുകയാണ്, ഇവൻ കുലപാതകനാണ്. അതിനു മുമ്പ് അവനെ എല്ലാവരും വാഴ്ത്തിപ്പാടി കുലപാതകൻ എന്ന് പറയുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ചാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ വിധി മാറ്റി പറയുകയാണ്. പ്രിയ സുഹൃത്തെ, ലോകര വിധികൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് അവസരത്തിനൊത്ത് മാറ്റി പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ വിധി കൃത്യമാണ്. അതൊരിക്കലും മായാത്തതാണ്, മാറ്റമില്ലാത്തതാണ്. നമുക്കറിയാം, ലാസറിന്റെ ജീവിതത്തിലും മറിയ തന്റെ സഹോദരിയായ മാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ സഹോദരൻ ഇനി ഉയർക്കുകയില്ല. അപ്പോൾ ദൈവം പറയുന്നു, വിശ്വസിക്കുക, അവൻ ഉയർക്കുമെന്ന് പറയുമ്പോഴും അവൾ പറയുന്നത് ഇങ്ങനെയാണ്, പുനരുത്ഥാനത്തിൽ ഉയർക്കും. ദൈവത്തിന്റെ വിധി. ലാസർ, നമുക്ക് അറിയാം, ആ കല്ലറവാതിക്കൽ നിന്ന് ദൈവം വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ, ഈ ദിനം ഒരു ആകുലതയ്ക്കും ഒരു ആശങ്കയ്ക്കും ഇടം കൊടുക്കണ്ട. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിനക്കുള്ള വിധി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായി അത് നടക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക.